ബി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ശരി, ഞാനിപ്പോൾ ഈ മുമ്പിനകത്ത് ചക്കരക്കയും കണ്ട കാട് ഏരി മൂടിയിന്. ഇതിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കട്ടെ. ആദ്യമൊക്കെ നട്ടതേ ഉള്ളൂ, ഇപ്പോൾ ഒരുപാട് വളർന്നിട്ടുണ്ട്. ഇനി ഞാൻ മരുന്നിട്ട് കൊടുക്കാനാണ് പോകുന്നത്. ഇതിൻ്റെ കാട് വായിക്കുന്നത്, കാട് കളഞ്ഞിട്ട് കാടുണ്ട്, ഒരുപാട് കാടാണ്. ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമല്ലോ, അതിനാണ്. ഇപ്പോൾ കണ്ട ഇതേപോലെ കാട് വയക്കിയിട്ട് വേണം വൃത്തിയാക്കണം. കാടാ, അതേറ്റും കാടാണ്, ഉണ്ടല്ലേ. ഞാനിത് ഇതേപോലെ വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഞാൻ വൃത്തിയാക്കട്ടെ. ഇതുപോലെ വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. കണ്ടില്ലേ, കാട് കാടാണ്. കണ്ടല്ലോ കാട് കണ്ടില്ലേ. ഈ കാട് വെറും കാടാണ്. അത് ഞാൻ ഇത് കളഞ്ഞിട്ട് വൃത്തിയാക്കി കാടെല്ലാം പറിച്ച് റെഡിയാക്കി. ഇതിപ്പോൾ ലേശം ചാരമുണ്ട്, കണ്ടില്ലേ, ചാരം, കുറച്ച് സീമക്കൊന്നേൻ്റെ തോല്, കണ്ട സീമക്കൊന്നേൻ്റെ തോല്, കുറച്ച് ആട്ടുംവളം, കണ്ടില്ലേ, ആട്ടുംവളം. ഇതെല്ലാം ഞാനിപ്പോൾ കൊടുക്കാൻ പോകും. കണ്ടില്ലേ, ഇതേപോലെ ആട്ടുംവളം. ഇത് കണ്ട, ഇത് സീമക്കൊന്നേൻ്റെ തോല്, കണ്ട സീമക്കൊന്നേൻ്റെ തോല്, കണ്ടില്ലേ, സീമക്കൊന്നേൻ്റെ തോല്. ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഞാൻ ഭാര്യയിട്ട് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതിപ്പോൾ ഞാനിത് കാണിച്ചു തരാമല്ലോ. ഇപ്പം ഈ സീമക്കൊന്നേൻ്റെ തോല് കൊടുത്തിട്ട് വേണം ഈ വളം ഇടാം. ഇതിൻ്റെ അടിയിൽ വളം ഇടട്ടെ, കുറച്ച് വളവും വെണ്ണീരും ഇടട്ടെ. ഈ ആട്ടുംവളം നല്ലതാണ്, കിഴങ്ങ് വണ്ണം വെക്കാനെല്ലാം നല്ല വളമാണ്. അതുകൊണ്ടാണ് ഞാൻ ആട്ടുംവളം ഇടുന്നത്. ആട്ടുംവളം കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ ആട്ടുംവളത്തിന് കൊണ്ടുവരണത്രേ. എന്നാലും കുറേശ്ശെ ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ചാരവും കൂടി വാരിയിടാം. കണ്ടില്ലേ, ഇതേപോലെ കുറച്ച് ചാരവും കൂടി വാരിയിടുക. ഇപ്പം അതും കൂടി വാരി ഇട്ടിട്ട്, മഴ പെയ്യുന്നതുകൊണ്ടാണ് നിന്റെ മേലെ കൂടി ഇടുന്നത് കേട്ടോ. മഴ പെയ്യല്ലോ, ഇടാനാവൂല. നല്ലതാണ്, ധാന്യെല്ലാം വരുമ്പോൾ ഈ വെണ്ണീര് നല്ലതാ, അതുകൊണ്ട് ഇടുന്നതാ. കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇട്ടു. ഇനിയിപ്പോൾ ഈ തോല് വെച്ച് കൊടുക്കണം. തോല് ഞാനിപ്പം ഇവിടെ എല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുക. തോല് വെച്ച് കൊടുക്കണം. തോലും കൂടി ഇവിടെ വെച്ച് കൊടുത്താൽ ഇതിൻ്റെ മേലെ നമ്മൾ മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് കിഴിഞ്ഞു കൊടുക്കും. അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ കണ്ടല്ലോ, ഇതേപോലെ ഞാനിങ്ങനെ ഇതേപോലെ എല്ലാ പണിയും ഞാൻ വൈക്കുമ്പോൾ എടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് കിഴങ്ങ് കിട്ടുന്നത്. കണ്ടാ, ഇതേപോലെ വയ്ക്കുമ്പോഴേ എടുക്കും. അതുകൊണ്ടാണ് എനിക്ക് കിഴങ്ങ് കിട്ടുന്നത്. അത്രയും നട്ടിട്ടുള്ളൂ, ചെറിയൊരു അഞ്ചെട്ട് തൈ അത്രേ നട്ടിട്ടുള്ളൂ. എന്നാലും അത് ഞാൻ അതിന് നല്ലപോലെ പണിയെടുത്താൽ ആ 8 തൈ മതി നമുക്ക് കിട്ടാൻ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ പണി എടുക്കുന്നത്. എന്താ, ഇതേപോലെ സീമക്കൊന്നയും പിന്നെ ആട്ടുംവളവും ചാരവും ഇതെല്ലാം വാരി ഇട്ട് കൊടുത്ത് ഇനി പണിയെടുക്കുന്നത്. കണ്ടില്ലേ. ഇനി ഞാൻ മണ്ണ് കയറ്റാനാവും. ഇനി മണ്ണ് കയറ്റി കൊടുക്കട്ടെ. മണ്ണ് കയറ്റാൻ ഒരേലും ഗുണവും ഇല്ലാത്ത സ്ഥലമായിപ്പോയി. അതല്ല, അങ്ങനെയുള്ള സ്ഥലത്തെ മണ്ണ് കയറ്റാൻ പറ്റൂല. ഇതിപ്പോൾ ഞാൻ മണ്ണ് കയറ്റണം. ഇതാ, കണ്ടല്ലോ നിങ്ങൾ. ഇതേപോലെ ഞാൻ കൊത്തി മണ്ണ് കയറ്റി കാണിച്ചതേ. അപ്പം മണ്ണ് കയറ്റിയിട്ട് നിങ്ങൾ കാണിക്കാം കേട്ടോ. ഒരുപാട് ആളുകൾ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ഉണ്ടല്ലേ, മണ്ണിട്ടുകൊണ്ടിരിക്കുവാണ്. ഉണ്ടല്ലോ, ഇതുപോലെ മണ്ണ് തലമേലെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. ഉണ്ടോ, ഉണ്ടല്ലേ, ഇതേപോലെ
നല്ലപോലെ നമ്മൾ പണിയെടുത്ത് കൊടുത്താൽ നമുക്ക് വിളവിന് ഒരു കുറവും ഉണ്ടാവില്ല. അത് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരിക. പിന്നെ ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. എല്ലാവരും സബ് ചെയ്യുക. സബ് ചെയ്യാത്തവരാ സബ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ളവരെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുന്ന എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള വഴിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ എൻ്റെ വീഡിയോ ഇതും കൂടി ഒന്ന് കാണിച്ചു തരാമല്ലോ. നിങ്ങൾക്ക് ഇത് കണ്ട ഈ ചക്കരക്കേങ്ങിന് മണ്ണിട്ടതും കൂടി ഒന്ന് കാണിച്ചു തരാം. കണ്ട ഇതേപോലെ ഞാൻ നല്ലപോലെ മണ്ണ് കൊത്തിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കളക്കുകയോ വേണ്ടു. ഇനി വേറെ ഒന്നും ചെയ്യണ്ട. കണ്ടില്ലേ? ഇത് കണ്ട, ഇതാണ് ഒരു എയർലി പ്ലാവ്. ഇത് ആയില്ല. ഇത് കണ്ട, ഈ കപ്പ കണ്ട, ഇതാണ് ഞാൻ ഇങ്ങനെ കണ്ട കപ്പ മുളച്ച് വരുന്നുണ്ട്. കണ്ട മുളച്ച് വരുന്നുണ്ട്. മുള വരുന്നത് ഇതിൻ്റെ നടുക്ക് ഇവിടെ വരുന്ന കണ്ട. അതേപോലെ അതിനാണ് ഞാനതൊന്നും ഇങ്ങനെ നട്ടിട്ടുള്ളത്. ഇനി നിങ്ങൾ വളർന്നിട്ടാകുമ്പോൾ ഞാൻ കാണിക്കാം, മണ്ണിടുമ്പോൾ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ചെയ്യുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി.